ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പവർ ഫ്ലോ ത്രൂ ട്രാൻസ്മിഷൻ ലൈൻ എന്നുള്ളതാണ്. സോ കേരള PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. സോ അത് മാത്രമല്ല SSCJE പോലുള്ള എക്സാംസിനും സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് പവർ ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ, എന്താണ് അതുമായി ബന്ധപ്പെട്ട തിയറി പോർഷൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ വി ക്യാൻ സ്റ്റാർട്ട്. പവർ ഫ്ലോ ത്രൂ എ ട്രാൻസ്മിഷൻ ലൈൻ. സോ ഇവിടെ ഞാൻ വളരെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പവർ ഫ്ലോ ത്രൂ എ ട്രാൻസ്മിഷൻ ലൈൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കേസാണ് ലോസ്ലെസ് ഷോർട്ട് ലൈനിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് അനലൈസ് ചെയ്യുന്നത്, പവർ ഫ്ലോ അനലൈസ് ചെയ്യുന്നത്. വാട്ട് യു മീൻ ബൈ ലോസ്ലെസ് ലൈൻ? നമുക്കറിയാം ഒരു ലോങ് ട്രാൻസ്മിഷൻ ലൈനിന് എന്തൊക്കെ പാരാമീറ്റേഴ്സ് വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വി ഹാവ് എ സീരീസ് റെസിസ്റ്റൻസ് വിച്ച് വിൽ റെപ്രസെൻറ്റ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ദി transmission line. Then you have a series inductance or series L which will be representing the magnetic effect of the line. Then you have the shunt branch consisting of a shunt conductance and a shunt capacitance. So ഇതാണ് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ബേസിക് ആയിട്ടുള്ള 4 പാരാമീറ്റേഴ്സ് അല്ലേ. ഇനി ഈ ഒരു ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ ഈ പാരാമീറ്റേഴ്സ് എല്ലാം എങ്ങനെയായിരിക്കും, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻ ഈച്ച് ആൻഡ് എവറി ലെങ്ത്തിലും ഈ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു ഷോർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, നമുക്ക് ഈ ഒരു ഷണ്ട് കപ്പാസിറ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് ദ മീനിങ് ഓഫ് ഷോർട്ട് ലൈൻ. ഷോർട്ട് ലൈനിലാണെങ്കിൽ ഷണ്ട് കപ്പാസിറ്റൻസിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. മാത്രമല്ല ഷോർട്ട് ലൈനിൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ വി വിൽ അസ്യൂം ദാറ്റ് our resistance and inductance are lumped. So that is why we have a lumped parameter model like this. So you have a resistance and inductance. ഇതാണ് ഒരു ഷോർട്ട് ലൈനിൻ്റെ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വാട്ട് യു മീൻ ബൈ ലോസ്ലെസ്? ലോസ് അല്ലെങ്കിൽ പവർ ലോസിന് കാരണമായിട്ടുള്ള എലമെന്റ്സ് ഏതാണ്, റെസിസ്റ്റൻസ് ഓർ കണ്ടക്ടൻസ് ആണ് അല്ലേ. സോ ഇവിടെ റെസിസ്റ്റൻസിന് കാരണമായിട്ടുള്ള എലമെന്റ്, സോറി ദിസ് ഈസ് ആർ. സോ റെസിസ്റ്റൻസിന് കാരണമായിട്ടുള്ള എലമെന്റ് ഏതാണ്, R ആണ് അല്ലേ. അതേപോലെ തന്നെ ഈ കണ്ടക്ടൻസിലും എന്തുണ്ട്, ചെറിയൊരു പവർ ലോസ് ഒക്കെ പറയുന്നുണ്ട്. സോ വെനെവർ ദേ ആർ സെയിങ് ലോസ്ലെസ് ലൈൻ ദാറ്റ് മീൻസ് R and G values should be 0. So lossless line means R should be equal to 0, resistance should be 0 and conductance should be equal to 0. ഈ രണ്ട് ടേംസ് ആണ് ലോസ്ലെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ലംഡ് ആയിട്ടാണ് പാരാമീറ്റേഴ്സ് ഉള്ളതെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അത് മാത്രമല്ല എന്താണ്, ഷണ്ട് കപ്പാസിറ്റൻസിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ ഈ ഒരു മോഡലിൽ നമുക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് പോകുന്നതെന്ന് നോക്കാം. ലോസ്ലെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആറും ജിയും നെഗ്ലക്ട് ചെയ്യാം. ദെൻ ഷോർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റൻസും നെഗ്ലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒരേ ഒരു പാരാമീറ്റർ ഏതാണ്, ഇൻഡക്റ്റൻസ് ആണ്. ഇനി ഒരു ഷോർട്ട് ലൈനിന് അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ള മോഡൽ ആയതുകൊണ്ട് തന്നെ ആ ഇൻഡക്റ്റൻസ് എങ്ങനെയായിരിക്കും, ഒരു ലംബ്ഡ് ആയിട്ടായിരിക്കും. അതായത് ഒരു സിംഗിൾ ഇൻഡക്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് വൈ ഇൻ കേസ് ഓഫ് എ ലോസ്ലെസ് ഷോർട്ട് ലൈൻ അവർ എൻറ്റയർ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് represented by a single inductance. Our entire transmission line is represented by a single inductance which is lumped. ഒരു സിംഗിൾ ഇൻഡക്റ്റൻസ് ആണ്, അത് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. എങ്ങനെയാണ്, ലംബ്ഡ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ഹാവ് ആൻ ഇൻഡക്റ്റൻസ് ഓഫ് L, what will be the inductive reactance? Inductive reactance will be L omega. So that is equal to L into 2 pi f. സോ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്. നൗ വി ഹാവ് ഈ ട്രാൻസ്മിഷൻ ലൈൻ ഒരു സെൻഡിങ് എൻഡും ഒരു റിസീവിങ് എൻഡും ഉണ്ടാവും അല്ലേ. അപ്പോൾ സെൻഡിങ് എൻഡ് ബസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, റിസീവിങ് എൻഡ് ബസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെൻഡിങ് എൻഡിൽ ഞാനൊരു ജനറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, റിസീവിങ് എൻഡിൽ ഒരു ലോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സെൻഡിങ് എൻഡ് ബസ്സിൽ നിന്ന് റിസീവിങ് എൻഡ് ബസ്സിലേക്ക് എന്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ പവർ മീൻസ് പവർ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, ദാറ്റ് ഈസ് ആക്റ്റീവ് പവർ ആസ് വെൽ ആസ് റിയാക്റ്റീവ് പവർ. ആക്റ്റീവ് പവറും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, റിയാക്റ്റീവ് പവറും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഫോർമുല എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So there is a derivation from the long line model. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഒരു ലെങ്തി ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. We will directly write the formula and we will analyze based on that formula.
So here I am considering voltage of this bus, that is bus 1 is Vs at an angle of delta. So magnitude of sending end voltage is Vs, angle is delta. I am assuming receiving end voltage is represented by Vr and its angle is 0. Generally Vr ne nammal reference ആയി എടുക്കുന്നതുകൊണ്ട് Vr at an angle of 0 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. Or in other case we can represent it as Vs at an angle of delta 1 and Vr at an angle of delta 2. That is also correct. In that case delta should be considered as delta 1 minus delta 2. എങ്ങനെയായിരുന്നാലും സെൻഡിങ് എൻഡ് വോൾട്ടേജും റിസീവിംഗ് എൻഡ് വോൾട്ടേജും നമ്മളുടെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത്. സോ ഇവിടെ വി എസ് അറ്റ് ആൻ ആംഗിൾ ഡെൽറ്റ എന്ന് കൺസിഡർ ചെയ്താൽ വി ആർ അറ്റ് ആൻ ആംഗിൾ 0 എന്ന് കൺസിഡർ ചെയ്താലും ഡെൽറ്റ മൈനസ് 0 ദാറ്റ് വാല്യൂ വിൽ ബി, ഡിഫറൻസ് വിൽ ബി അഗെയിൻ ഡെൽറ്റ. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Now we can move on to the power flow equation. So active power that is flowing through the line, and we will get a power at the receiving end. So that is represented as power that is flowing from the sending end will be equal to power that is received at the receiving end. Why? There is no loss in the line. It is a lossless line. അതുകൊണ്ട് തന്നെ receiving end കിട്ടുന്ന പവർ എന്ത് തന്നെ ആയിരിക്കും, PR തന്നെ ആയിരിക്കും, PS തന്നെ ആയിരിക്കും. So this is equal to, the equation is Vs magnitude Vr magnitude by reactance X into sine of delta. Very important formula, must ആയിട്ടും ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കാം. So Vs will represent the magnitude of sending end voltage, Vr will represent the magnitude of receiving end voltage, X is representing the reactance, inductive reactance of the transmission line, and delta is representing the angle between sending end voltage and receiving end voltage. That is, it can be delta minus 0 or it can be delta 1 minus delta 2. Anyway, it should be the difference between the angles of sending end voltage and receiving end. If that is the case, then the power flow equation is given by this formula. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് പവർ ഫ്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ പാരാമീറ്റേഴ്സിനെയാണ്, വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, സെൻഡിങ് എൻഡ് വോൾട്ടേജിനെയും റിസീവിംഗ് എൻഡ് വോൾട്ടേജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റിയാക്ടൻസ് ഓഫ് ലൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആംഗിൾ ഡെൽറ്റയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ 3 പാരാമീറ്റേഴ്സിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആക്റ്റീവ് പവർ ഫ്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ പാരാമീറ്റേഴ്സ് ഓർത്തിരിക്കുക, വോൾട്ടേജ്, റിയാക്ടൻസ് ആൻഡ് ആംഗിൾ. Now ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ജനറൽ കേസ് എന്ന് പറയുന്നത് വി എസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡെൽറ്റ 1ഉം വി ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡെൽറ്റ 2ഉം ആയിരുന്നെങ്കിൽ ഈ ഡെൽറ്റ എന്താണ്, ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു ഡിഫറൻസ്, ദാറ്റ് ഈസ് ഡെൽറ്റ 1 മൈനസ് ഡെൽറ്റ 2. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇഫ് ഡെൽറ്റ 1 ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ 2, ഡെൽറ്റ 1ന്റെ വാല്യൂ ഡെൽറ്റ 2വിനേക്കാൾ വലുതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ ആയിരുന്നെങ്കിൽ what will be delta? Delta equal to delta 1 minus delta 2. Delta 1 minus delta 2. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, isn't it? അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇനി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂവിൻ്റെ സൈൻ വാല്യൂ എടുത്താലും എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്, പോസിറ്റീവ് തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് അവർ പവർ വിൽ ബി എ പോസിറ്റീവ് വാല്യൂ. വി ക്യാൻ സേ ദാറ്റ് PR will be is equal to പോസിറ്റീവ് വാല്യൂ. എന്താണ് അതിൻ്റെ മീനിങ്, ഒരു പോസിറ്റീവ് പവർ റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിങ് എൻഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് പവറിൻ്റെ ഫ്ലോ നടക്കുന്നത്. ഇനി തിരിച്ച് ഡെൽറ്റ 2ന്റെ വാല്യൂ ഡെൽറ്റ 1നേക്കാൾ വലുതാണെന്ന് അസ്യൂം ചെയ്യാം. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, വാട്ട് വിൽ ബി ഡെൽറ്റ, ഡെൽറ്റ വിൽ ബി delta 1 minus delta 2, again it will be a negative value. Delta value negative ആയിരിക്കും. Delta value negative ആണെങ്കിൽ sign of negative value എന്ന് പറയുന്നത് എന്താണ്, symbol will be negative. Sin of a minus theta is equal to minus sin theta. അതുകൊണ്ട് തന്നെ PRന്റെ വാല്യൂ എന്തായി, നെഗറ്റീവ് ആയി. സോ റിസീവിംഗ് ആൻഡ് പവറിന്റെ വാല്യൂ നെഗറ്റീവ് ആയി. വാട്ട് യു മീൻ ബൈ ദിസ് നെഗറ്റീവ് സൈൻ? റിസീവിംഗ് എൻഡ് ചെയ്യുന്ന പവർ, റിസീവിംഗ് എൻഡിൽ നമുക്ക് കിട്ടിയ പവർ നെഗറ്റീവ് ആണ്. അതിൻ്റെ മീനിങ് എന്താണ്, ആക്ച്വൽ പവർ ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്നാണ്, റിസീവിംഗ് എൻഡിൽ നിന്ന് സെൻഡിങ് എൻഡിലേക്ക് തിരിച്ചാണ് ആക്റ്റീവ് പവർ ഫ്ലോ നടക്കുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം
ഇവിടെ ഞാൻ ഇവിടെ ജനറേറ്റർ കണക്ട് ചെയ്തു, ഇവിടെ ലോഡ് കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് മാത്രമേ വരുള്ളൂ. പ്രാക്ടിക്കൽ കേസിൽ രണ്ട് ബസ്സിലും എന്തുണ്ടാവും, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടായിരിക്കും. ഒരു ബസ്സിൽ പല സ്ഥലത്തു നിന്നുമുള്ള ഇന്റർ കണക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ എന്ത് ചെയ്യാം, പവർ ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ കേസിൽ എങ്ങനെയാണ് ആക്റ്റീവ് പവർ ഫ്ലോ ചെയ്യേണ്ടതെന്ന് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്? ഡെൽറ്റയുടെ ബേസിലാണ്. വെനെവർ വി ഹാവ് ഹയർ വാല്യൂ ഓഫ് ഡെൽറ്റ ഫസ്റ്റ് ബേസിലാണെങ്കിൽ എന്താണ്, സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിംഗ് എൻഡിലേക്കായിരിക്കും പവർ ഫ്ലോ ചെയ്യുക. ദാറ്റ് മീൻസ് ബസ് 1ൽ നിന്ന് ബസ് 2ലേക്ക്. ഡെൽറ്റ 2ൻ്റെ വാല്യൂ ആണ് ഹയർ എങ്കിൽ ബസ് 2ൽ നിന്ന് ബസ് 1ലേക്കായിരിക്കും ആക്റ്റീവ് പവർ ഫ്ലോ ചെയ്യുക. ദാറ്റ് മീൻസ് the active power flow will occurs from the bus which is having higher value of delta. അത് ഓർത്തിരിക്കുക. എപ്പോഴും ഹയർ വാല്യൂ ഓഫ് ഡെൽറ്റയിൽ നിന്ന് ലോവർ വാല്യൂ ഓഫ് ഡെൽറ്റ ഉള്ള ബസ്സിലേക്കായിരിക്കും എന്ത് ഫ്ലോ ചെയ്യുക, ആക്റ്റീവ് പവറിൻ്റെ ഫ്ലോ വരിക. സോ ഈ ഒരു വാല്യൂ നമ്മൾ പലപ്പോഴും നമ്മൾ പവർ സിസ്റ്റത്തിൽ പറയുന്ന ഒരു പോയിൻ്റാണ്. ഒരു ഈക്വൽ ഏരിയ നമ്മൾ ലോഡ് ഫ്രീക്വൻസി ഒക്കെ പറയുമ്പോഴും കൺട്രോൾ ഏരിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്, ഹയർ ഡെൽറ്റയിൽ നിന്ന് ലോവർ ഡെൽറ്റ ഉള്ള ഏരിയയിലേക്കാണ് എന്ത് ഫ്ലോ ചെയ്യുക, പവർ ഫ്ലോ ചെയ്യുക. അതിനുള്ള റീസൺ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതാണ് പവർ ഫോർമുല. ഇനി ഈ കൂട്ടത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദിസ്? ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? സൈൻ ഡെൽറ്റയുടെ മാക്സിമം വാല്യൂ വരുന്നത് എപ്പോഴാണ്? ഡെൽറ്റ ഈക്വൽ ടു 90 വരുമ്പോഴാണ് അല്ലേ. സോ ഡെൽറ്റ ഈക്വൽ ടു 90 വരുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക. മാക്സിമം വാല്യൂ ദാറ്റ് മീൻസ് സൈൻ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു സൈൻ 90 വിൽ ബി ഈക്വൽ ടു 1. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ ആയിരിക്കും എന്ത് കിട്ടുന്നത്, മാക്സിമം വാല്യൂ കിട്ടുന്നത്. സോ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ഇക്വേഷൻ? Vs VR magnitude of Vs VR by X. This is the equation for maximum power transferred. ഇവിടെ നമുക്കൊരു കർവായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? P max is equal to Vs VR by X. അങ്ങനെയെങ്കിൽ P will be equal to P or PS or PR will be equal to PS will be equal to P max into sin delta എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിൽ ഡെൽറ്റയും പിയും തമ്മിൽ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്, സെൻഡിങ് എൻ പവർ ഓർ റിസീവിങ് എൻ പവർ ഓർ ക്യാപിറ്റൽ പിയുമായിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് ദാറ്റ്? ഇറ്റ് വിൽ ബി എ വേരിയിങ് സൈനസോയിഡലി. മാക്സിമം വാല്യൂ എപ്പോഴായിരിക്കും നമുക്ക് കിട്ടുക? 90 ഡിഗ്രി ഡെൽറ്റയുടെ വാല്യൂ കിട്ടുമ്പോഴായിരിക്കും എന്ത് കിട്ടുക? മാക്സിമം വാല്യൂ ഓഫ് പവർ കിട്ടുക. ഈ ഒരു വാല്യൂ ആണ് പറഞ്ഞത്. എത്രയാണ് ഈ ഒരു വാല്യൂ? ദിസ് വാല്യൂ ഈസ് ഗിവൺ ബൈ Vs into Vs VR by X. ഈ വാല്യൂ ആണ് എന്ത്? മാക്സിമം പവർ ട്രാൻസ്ഫേർഡ്. അത് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? ഡെൽറ്റയുടെ വാല്യൂ 90 ആണ്. ഇനി ഈ ഒരു കർവ്, പവർ ആംഗിൾ കർവ് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. ഇവിടെ രണ്ട് റീജിയൻസ് ആണ് നമുക്കുള്ളത്. സോ ഡെൽറ്റ ലെസ് ദാൻ 90 ഉള്ള റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേബിൾ റീജിയൻ. എന്തുകൊണ്ട് അത് പറയുന്നു എന്നുള്ളത് നമ്മൾ സ്റ്റെബിലിറ്റി ചാപ്റ്റർ പറയുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡെൽറ്റ 0 മുതൽ 90 വരെയുള്ള റീജിയനെ നമ്മൾ സ്റ്റേബിൾ റീജിയനും എബോവ് 90 ഉള്ള റീജിയനെ അൺസ്റ്റേബിൾ റീജിയൻ എന്നും പറയും. അൺസ്റ്റേബിൾ റീജിയൻ. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് 90 മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം വാല്യൂ കിട്ടുന്ന മറ്റ് പോയിന്റ്സ് ഉണ്ടെന്ന് തോന്നാം. പക്ഷേ 90ക്ക് എബോവ് പോയി കഴിഞ്ഞാൽ എന്താണ്? അൺസ്റ്റേബിൾ റീജിയൻ ആണ്. സോ ദിസ് വിൽ ബി അവർ ഓപ്പറേറ്റിംഗ് റീജിയൻ. 0 മുതൽ ഡെൽറ്റ ഈക്വൽ ടു 90 വരെയുള്ള ഈ റീജിയനിലായിരിക്കും, സ്റ്റേബിൾ റീജിയനിലായിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ റീജിയനിൽ മാക്സിമം ഡെൽറ്റയുടെ വാല്യൂ നമുക്ക് എത്ര പറ്റുള്ളൂ? 90 ഡിഗ്രി വരെ മാക്സിമം പറ്റുള്ളൂ. അതിന് എബോവ് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ബി അൺസ്റ്റേബിൾ. സോ ആ ഒരു ടേം കൂടി ഓർത്തിരിക്കുക. മാക്സിമം വാല്യൂ ഓഫ് പവർ ഒക്കേഴ്സ് അറ്റ് ഡെൽറ്റ ഈക്വൽ ടു 90. ബിലോ 90 ആണ് നമ്മുടെ സ്റ്റേബിൾ റീജിയൻ. എബോവ് 90 എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ റീജിയൻ ആയിരിക്കും. സോ ഇത്രയും ടേംസ് ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യം കൂടി ഓർത്തിരിക്കാം. പവറിൻ്റെ വാല്യൂ, മാക്സിമം വാല്യൂ ഇതായതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, അൺസ്റ്റെബിലിറ്റി ആണ് അല്ലേ, അൺസ്റ്റേബിൾ ആകുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേരുമുണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്. പി മാക്സിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്. അതും കൂടി നമുക്കിവിടെ നിന്ന് ഓർത്തിരിക്കുക.
So steady state stability limit എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാക്സിമം പവർ ഓർ മാക്സിമം ആക്റ്റീവ് പവർ ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ദ ലൈൻ, അതിന് പറയുന്ന പേരാണ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്. സോ പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു ടേം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, ദാറ്റ് ഈസ് ഗിവൺ ബൈ Pmax. അടുത്തതായിട്ട് നമുക്ക് റിയാക്റ്റീവ് പവർ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ ബസ്സസ് എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. സോ ദ റിയാക്റ്റീവ് പവർ Q അറ്റ് ദ റിസീവിംഗ് എൻഡ് ഈസ് ഗിവൺ ബൈ QR അല്ലേ. നമ്മളിവിടെ പറഞ്ഞു എന്താണ്, X ആണ് റിയാക്റ്റൻസ്, VS അറ്റ് ആൻ ആംഗിൾ ഡെൽറ്റ ആണ്, VR അറ്റ് ആൻ ആംഗിൾ 0 ആണ് നമ്മുടെ ബസ്സെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്ക് പോകുന്ന റിയാക്റ്റീവ് പവർ എത്രയാണ്, അല്ലെങ്കിൽ ഇവിടെ റിസീവിംഗ് എൻഡിൽ നമുക്ക് കിട്ടുന്ന റിയാക്റ്റീവ് പവറിനെ നമ്മൾ QR എന്ന് റെപ്രസെൻറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു VS ഇൻറ്റു VR ബൈ X ഇൻറ്റു കോസ് ഡെൽറ്റ മൈനസ് VR സ്ക്വയർ ബൈ X. This is the equation for receiving and reactive power. നമ്മൾ ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ കണ്ടിരുന്നത് എന്താണ്, VS VR by X ഇൻറ്റു സൈൻ ഡെൽറ്റ ആയിരുന്നു. സോ ഇവിടെ VS VR by X ഇൻറ്റു കോസ് ഡെൽറ്റ. ഇൻ അഡീഷൻ ടു ദാറ്റ് വി ഹാവ് വൺ മോർ ടേം ദാറ്റ് ഈസ് VR സ്ക്വയർ ബൈ X. ഇവിടെ നമുക്കറിയാം ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു മാക്സിമം എന്ന് പറയുന്നത് 90 വരെ പോകും. പക്ഷേ യൂഷ്വലി ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്മോൾ വാല്യൂസ് ആയിരിക്കും. സോ ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് ഡെൽറ്റ, ഇഫ് ഡെൽറ്റ ഈസ് സ്മോൾ, വാട്ട് അബൌട്ട് കോസ് ഡെൽറ്റ? കോസ് ഡെൽറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു കോസ് 0. 0യുടെ അടുത്തൊരു വാല്യൂ ആണ് ഡെൽറ്റ എങ്കിൽ കോസ് 0യുടെ വാല്യൂ എത്ര വരും? ഇറ്റ് വിൽ ബി 1. സോ ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VS VR ബൈ X മൈനസ് VR സ്ക്വയർ ബൈ X. ഇങ്ങനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇവിടെ നിന്നും എനിക്ക് കോമൺ എടുക്കാവുന്ന ഏതാണ്? VRനെ എനിക്ക് കോമൺ എടുക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു VR ബൈ X ഇൻറ്റു VS മൈനസ് VR. So this is the equation for reactive power at the receiving end. ഇനി reactive power at receiving end എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കിയേ. വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റിയാക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് മാത്രമല്ല എന്താണ്, VS മൈനസ് VRനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് ആൻഡ് റിസീവിംഗ് എൻഡ് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണ് എന്ത്, റിസീവിംഗ് എൻഡിൽ കിട്ടുന്ന റിയാക്റ്റീവ് പവർ. ഇനി ഈ ഇക്വേഷൻ്റെ ബേസിൽ നമുക്കൊന്ന് പറയാം, if our VS is greater than VR, so magnitude of sending end voltage receiving end voltageനേക്കാൾ കൂടുതലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, VS മൈനസ് VRൻ്റെ വാല്യൂ എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ QR-ൻ്റെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. QR വിൽ ബി പോസിറ്റീവ്. ദാറ്റ് മീൻസ് QR-ൻ്റെ വാല്യൂ പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിംഗ് എൻഡിലേക്കാണ് എന്ത് പവർ ഫ്ലോ ചെയ്യുന്നത്, റിയാക്റ്റീവ് പവർ ഫ്ലോ ചെയ്യുന്നത്. സോ സെൻഡിങ് ടു റിസീവിംഗ് എൻഡിലേക്കാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്, റിയാക്റ്റീവ് പവർ ഫ്ലോ നടക്കുന്നത്. ഇനി തിരിച്ചുള്ള കേസ് ഒന്ന് അസ്യൂം ചെയ്യാം. സപ്പോസ് VR-ൻ്റെ മാഗ്നിറ്റ്യൂഡാണ് VS-നേക്കാൾ കൂടുതലെങ്കിലോ, സോ VR ഈസ് ഗ്രേറ്റർ ദാൻ VS ആണെങ്കിൽ, what will be the sign of QR? Here you have VS minus VR. അതുകൊണ്ട് തന്നെ VR-ൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ VS മൈനസ് VR എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും. QR-ൻ്റെ വാല്യൂ എന്ത് കിട്ടും, നെഗറ്റീവ് കിട്ടും. whenever QR is negative, what is it represents? QR നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, റിസീവിംഗ് എൻഡ് ചെയ്യുന്നത്, എനിക്ക് റിസീവ് ചെയ്യുന്ന പവർ നെഗറ്റീവ് ആണ്. അതിൻ്റെ മീനിങ് എന്താണ്, ശരിക്കും ഞാൻ റിസീവ് അല്ല ചെയ്യുന്നത്, എന്താണ്, ഈ റിസീവിംഗ് എൻഡ് സൈഡിൽ നിന്ന് ലൈനിലേക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ്, റിയാക്റ്റീവ് പവർ കൊടുക്കുകയാണെന്നാണ് അതിൻ്റെ മീനിങ്. ദാറ്റ് മീൻസ് റിസീവിംഗ് എൻഡിൽ നിന്ന് ലൈനിലേക്ക് അല്ലെങ്കിൽ സെൻഡിങ് എൻഡിലേക്കാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്, എൻ്റെ റിയാക്റ്റീവ് പവർ ഫ്ലോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ വോൾട്ടേജ് ഈസ് ഡിപ്പെൻഡിങ് ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ഈസ് ഡിപ്പെൻഡിങ്, the reactive power is depending upon the difference between voltages. ഇതിൻ്റെ വാല്യൂവിനെ VS-ൽ നിന്ന് VR-ലേക്ക്, സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിംഗ് എൻഡിലേക്ക് നമ്മൾ യൂഷ്വലി പറയുമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ബസ് 1 ആൻഡ് ബസ് 2 എന്നുള്ള കൺസിഡറേഷൻ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പ്രാക്ടിക്കൽ കേസ്.
1ൽ നിന്ന് 2ലേക്കാണ് റിയാക്റ്റീവ് പവർ ഫ്ലോ എങ്കിൽ 1ലുള്ള വോൾട്ടേജ് 2ലുള്ള വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും. അതേപോലെ 2ൽ നിന്ന് 1ലേക്കാണ് റിയാക്റ്റീവ് പവർ ഫ്ലോ എങ്കിൽ voltage at bus 2 will be greater than voltage at bus 1. So that means reactive power flow will be always from higher voltage bus to lower voltage bus. ഇത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ ദിസ് ഈസ് വാട്ട് ദ റീസൺ. ഈ ഒരു ഇക്വേഷന്റെ ബേസിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹയർ വോൾട്ടേജ് ബസ്സിൽ നിന്നും ലോവർ വോൾട്ടേജ് ബസ്സിലേക്കാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്? റിയാക്റ്റീവ് പവർ എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. പ്രൊവൈഡഡ് ഇതിനെ നമ്മൾ പറയുന്ന കേസിൽ നോർമലി ലോഡിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കിതിനെ കറക്റ്റായിട്ട് പറയാൻ പറ്റൂ. അതർവൈസ് ഇറ്റ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോഡ് ഓൾസോ. സോ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ഓർത്തിരിക്കാം. റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. റിയാക്റ്റീവ് പവർ എന്തിന് പ്രൊപ്പോർഷണലാണ്? വോൾട്ടേജ് ഡിഫറൻസിന് പ്രൊപ്പോർഷണലാണ്. സെൻഡിങ് എൻഡിനും റിസീവിംഗ് എൻഡിനും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിയാക്റ്റീവ് പവർ കിട്ടുന്നത് എന്തിൻ്റെ ബേസിലാണ്? സെൻഡിങ്ങിനാണോ റിസീവിങ്ങിലാണോ വോൾട്ടേജിൻ്റെ വാല്യൂ ഹയർ ആയിട്ടുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? ക്യൂവിൻ്റെ സൈൻ വരുന്നുള്ള പോയിന്റും ഓർത്തിരിക്കുക. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ വി ക്യാൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് പോർഷൻ. മാക്സിമം പവർ ഫ്ലോ ത്രൂ ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സോ അവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല, അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. What is the equation for Pmax? Maximum power transfer ന്റെ equation എന്തായിരുന്നു? Vs VR by X ആയിരുന്നു അല്ലേ? ഇനി സെൻഡിങ് എൻഡും റിസീവിംഗ് എൻഡും വോൾട്ടേജ് ഓൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിൽ, ഇഫ് Vs is approximately equal to VR, I can represent it by single V. അങ്ങനെയാണെങ്കിൽ Pmax എനിക്ക് എങ്ങനെ എഴുതാം? Pmax will be equal to V square by X. സോ ഈ ഒരു ഇക്വേഷനും അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാം. സോ ദാറ്റ് മീൻസ് Pmax ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി വോൾട്ടേജ്. വോൾട്ടേജിൻ്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്? Pmax. രണ്ടാമത്തെ കാര്യം, Pmax ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ടൻസ് ഓഫ് ദി ലൈൻ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് ദി ലൈൻ. അങ്ങനെയെങ്കിൽ പവർ ട്രാൻസ്ഫറിനെ എനിക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, മാക്സിമം പവർ ട്രാൻസ്ഫറിനെ എനിക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്താൽ എനിക്ക് എന്ത് കൂട്ടാം? കൂടുതൽ പവറിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ് എങ്ങനെയാണ്? ഇഫ് ഐ ആം റെഡ്യൂസിങ് ദ റിയാക്ടൻസ്, ഐ ക്യാൻ ഇൻക്രീസ് ദ Pmax. സോ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് വോൾട്ടേജിൻ്റെ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് എബോവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ടൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വിധേന റിയാക്ടൻസിനെ കുറയ്ക്കുകയാണെങ്കിൽ Pmaxനെ എനിക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് വൈ റിയാക്ടൻസിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? ഇഫ് യു ഹാവ് 2 ലൈൻസ്, 2 ലൈൻ നമുക്കുണ്ടെങ്കിൽ ഒരു ലൈൻ്റെ റിയാക്ടൻസ് X ആണെന്ന് അസ്യൂം ചെയ്യാം. അതിന് പാരലായിട്ട് സെയിം ഐഡൻറ്റിക്കലായിട്ട് ഞാൻ ഒരു ട്രാൻസ്മിഷൻ ലൈനിലൂടെ കൊടുക്കുകയാണെങ്കിൽ, ഇഫ് ഐ എം കണക്ടിങ് 1 ട്രാൻസ്മിഷൻ ലൈൻ ഇൻ പാരലൽ, വാട്ട് വിൽ ബി ദ നെറ്റ് റിയാക്ടൻസ് ഓഫ് ദിസ്? ഇനിഷ്യലി XL ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉള്ള റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂ റിയാക്ടൻസ് വിൽ ബി XL by 2 because 2 of these lines are in parallel. That means whenever we have parallel transmission line, the net reactance is reduced. That is why power transfer will be increased. That is one method, by using parallel transmission line, by parallel transmission line. That is the one method by which we can reduce the reactance. ഇനി അത് കൂടാതെ റിയാക്ടൻസിനെ നമുക്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യാം? What is the equation for reactance? Equation for reactance is L into omega. So frequency നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, that is a constant value, but we can control the L value. ഏതെങ്കിലും വിധേന ഇൻഡക്റ്റൻസിനെ എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്ത് കുറയും? റിയാക്ടൻസ് കുറയും. ഇൻഡക്റ്റൻസ് കുറയ്ക്കാൻ എന്ത് ചെയ്യാം? we have described the equation. L is given by
mu 0 by 2 pi into ln of GMD by GMR, geometric mean distance by geometric mean radius. So if I am reducing GMD, L will be decreased. അല്ലെങ്കിൽ എന്ത് പറയാം, if I am increasing GMR then also L will be decreased. So ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട്, അതായത് GMD കുറയ്ക്കുകയോ GMR കൂട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഇൻഡക്റ്റൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഇൻഡക്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കുറയും, റിയാക്റ്റൻസും കുറയും. അങ്ങനെ റിയാക്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പവർ ട്രാൻസ്ഫർ എന്ത് ചെയ്യും, കൂടും. ദാറ്റ് ഈസ് ഓൾസോ വൺ മെത്തേഡ്. സോ ഇവിടെ നമുക്ക് GMDയും GMRനെയും ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് GMD ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്, കണ്ടക്ടേഴ്സിൻ്റെ ഫേസിൽ, ഓരോ ടവറിൽ എങ്ങനെയാണ് നമ്മളതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫേസസ്, രണ്ട് ഫേസ് തമ്മിലുള്ള എഫക്റ്റീവ് ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, GMD ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് വി ആർ ഇൻക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two faces, then GMD will be if we are decreasing the distance between two faces, GMD will be decreased, then L will be decreased and X will be decreased. GMR നമ്മൾ കൂട്ടണമെങ്കിൽ അതിനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്, if we are using bundled conductors യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടും, GMR of line will be increased. GMR കൂടും. അങ്ങനെ GMR കൂടിക്കഴിഞ്ഞാൽ L എന്ത് ചെയ്യും, കുറയും. L കുറഞ്ഞു കഴിഞ്ഞാൽ Xന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. സോ that is also one more method. If we are using bundled conductors, maximum power transfer എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. പക്ഷേ അതാണോ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ? ഒരിക്കലുമല്ല. പ്രൈമറി ഫംഗ്ഷൻ ഈസ് ടു റെഡ്യൂസ് കൊറോണയെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് കൊണ്ടുവന്നത്. അതായത് ഒരു ഫേസിൽ ഒരു കണ്ടക്ടറിന് പകരം ഒന്നിൽ കൂടുതൽ സബ് കണ്ടക്ടേഴ്സ് കൊണ്ടുവന്നത്. പക്ഷേ അതിന് ഇൻ അഡീഷൻ ടു ദാറ്റ് വി ഹാവ് ആൻ അഡീഷണൽ അഡ്വാൻറ്റേജ്. ഒരു അഡ്വാൻറ്റേജ് കൂടെ നമുക്ക് കിട്ടി. എന്താണ്, മാക്സിമം പവർ ട്രാൻസ്ഫർ കൂട്ടാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഹാവ് എ അഡീഷണൽ അഡ്വാൻറ്റേജ് ഓൾസോ. ദിസ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ് ബൈ കൺട്രോളിങ് ദ ഇൻഡക്റ്റൻസ്. ഇനി ഇത് കൂടാതെ, ഈ രണ്ട് മെത്തേഡും കൂടാതെ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൂന്നാമത്തെ മെത്തേഡ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് കോൾഡ് സീരീസ് കപ്പാസിറ്റൻസ് കോമ്പൻസേഷൻ, സീരീസ് കപ്പാസിറ്റീവ് കോമ്പൻസേഷൻ. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ഒരു സീരീസ് കപ്പാസിറ്റൻസ്, എന്തിനാണ് നമ്മളത് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഐ ആം കൺസിഡറിങ് ദ സെയിം കേസ്. നമ്മൾ ആദ്യത്തെ കേസിൽ കൺസിഡർ ചെയ്ത സെയിം കേസാണ്. VS at an angle of delta, bus 1. Now we have a second bus which is at an angle of 0. VR at an angle of 0. This is the second bus. ഈ ലൈനിൻ്റെ റിയാക്റ്റൻസ് ആണ് എന്ത്, XL. I am assuming this is the reactance of the line. Now can you tell me what is the power, that is maximum power that we can transfer through this line? I can say it as Pmax. Pmaxന്റെ ഇക്വേഷൻ എന്താണെന്ന് പറയാം. വിത്തൗട്ട് എനി കോമ്പൻസേഷൻ Pmaxന്റെ ഇക്വേഷൻ എന്താണ്, VS VR by X. സോ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം, XL എന്ന് എഴുതാം അല്ലേ. സോ VS VR by XL ആണ് മാക്സിമം പവർ ദാറ്റ് വി ക്യാൻ ട്രാൻസ്ഫർ ത്രൂ ദിസ് ലൈൻ. ഇനി ഞാൻ ചെയ്യുന്നത്, ഇതേ ട്രാൻസ്മിഷൻ ലൈനിൽ ഈ ഇൻഡക്റ്റൻസിന് സീരീസ് ആയിട്ട് ഞാനൊരു കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്യുകയാണ്. സോ ഐ ആം കണക്ടിങ് എ സീരീസ് കപ്പാസിറ്റൻസ്. സോ വെനെവർ ഐ ആം കണക്ടിങ് എ സീരീസ് കപ്പാസിറ്റൻസ്, വാട്ട് വിൽ ഹാപ്പൻ, ഇനീഷ്യലി XL ആയിരുന്നു. സോ ഇവിടെ XLന് സീരീസ് ആയിട്ട് എന്ത് വന്നു, ഒരു XCയുടെ വന്നു. സോ വെനെവർ XL ആൻഡ് XC ആർ ഇൻ സീരീസ്, ദ നെറ്റ് റിയാക്റ്റൻസ് വാല്യൂ X ഈസ് ഗിവൺ ബൈ XL മൈനസ് XC. ഇതാണ് എൻ്റെ നെറ്റ് റിയാക്റ്റൻസ് വാല്യൂ. അങ്ങനെയെങ്കിൽ Pmaxന്റെ വാല്യൂ എന്തായി, Pmaxന്റെ വാല്യൂ, Pmax ഓഫ് കോമ്പൻസേറ്റഡ് ലൈൻ വിൽ ബി ഈക്വൽ ടു, കപ്പാസിറ്റീവ് കോമ്പൻസേറ്റഡ് ലൈൻ വിൽ ബി ഈക്വൽ ടു VS VR ബൈ എക്സിൻ്റെ സ്ഥാനത്ത്, X ആയിരുന്നു ഇക്വേഷൻ, പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എന്താണ്, XL മൈനസ് XC ആണ്. സോ VS VR ബൈ XL മൈനസ് XC. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡിനോമിനേറ്റർ ടേം എന്താണ് ചെയ്തത്, ഇവിടെ കുറയാണ് അല്ലേ. നേരത്തെ XL ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ XL മൈനസ് XC ആണ്. സോ നെറ്റ് ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, കുറഞ്ഞു. നെറ്റ് ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, Pmaxന്റെ വാല്യൂ
കൂടി. That means Pmax of after series compensation will be greater than Pmax of uncompensated line. Initially compensate ചെയ്യാതിരുന്ന ഒരു ലൈനിൻ്റെ മാക്സിമം പവർ ട്രാൻസ്ഫറിനേക്കാൾ കൂടുതലാണ് സീരീസ് കപ്പാസിറ്റീവ് കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലൈനിൻ്റെ മാക്സിമം കപ്പാസിറ്റൻസ്. സോ ഇത് നമ്മൾ ഓർത്തിരിക്കുക. സോ whenever we have a series capacitive compensation, maximum power transfer will be improved. This is also a practical method. അടുത്തതായിട്ട് നമുക്ക് സീരീസ് കപ്പാസിറ്റീവ് കോമ്പൻസേഷൻ ഉപയോഗിക്കുമ്പോൾ സ്റ്റെബിലിറ്റി എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് കൂടി ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ പവർ ട്രാൻസ്ഫർ? P will be equal to Vs VR by X into sin delta. So ഇവിടെ P കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാം. സോ Px will be equal to Vs VR into sin delta. സോ യൂഷ്വലി ഞാൻ ഈ വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് വെക്കുന്നത്, പവർ ട്രാൻസ്ഫറിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് പറയാം? എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഡെൽറ്റ എന്ന് പറയാം. സോ അങ്ങനെയെങ്കിൽ if I am using capacitive compensation, series capacitive compensation ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്? നേരത്തെ ഉണ്ടായിരുന്ന എക്സലിൽ നിന്ന് XL മൈനസ് XC ആയിട്ട് കുറഞ്ഞു. സോ whenever X value is reducing, what happened to sin delta? Sin delta will be reducing. Sin delta കുറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഡെൽറ്റയുടെ വാല്യൂ എന്ത് ചെയ്യാണ്? കുറയാണ്. സോ നേരത്തെ നമ്മൾ പവർ കർവ് പറഞ്ഞ സമയത്ത് പറഞ്ഞു, പവർ ആംഗിൾ കർവ് പറഞ്ഞ സമയത്ത് പറഞ്ഞു എന്താണ്? 90 ഡിഗ്രിക്ക് ലെഫ്റ്റ് സൈഡിലുള്ള റീജിയനെ ഞാൻ എന്ത് പറയും? സ്റ്റേബിൾ റീജിയൻ ആണെന്ന് പറയും. സോ ഡെൽറ്റ പി കർവിൽ 90 ഡിഗ്രിക്ക് താഴെയുള്ള റീജിയൻ സ്റ്റേബിളും അതിന് വലത്തോട്ടുള്ള റീജിയൻ അൺസ്റ്റേബിളുമാണ്. സോ ഡെൽറ്റയുടെ വാല്യൂ എത്രയും കുറയുന്നോ അതിൻ്റെ മീനിങ് എന്താണ്? ഈ ഒരു മാർജിനിൽ നിന്ന് എത്രയും ഇങ്ങോട്ട് മാറുകയാണ്? സ്റ്റേബിൾ റീജിയനിലേക്ക്, കൂടുതൽ സ്റ്റേബിൾ റീജിയനിലേക്ക് വരികയാണ് എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ്. സോ ഇനിഷ്യലി ഇതായിരുന്നു വാല്യൂ എങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ കുറഞ്ഞു കഴിയുമ്പോൾ ഇവിടെയാണ് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മൂവിങ് മോർ ടു ദ സ്റ്റേബിൾ റീജിയൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം? whenever I am using series capacitive compensation, stability of the system is also improved. Stability is also improved. So ആ ഒരു ടേം കൂടി ഓർത്തിരിക്കാം, stability is increased. സോ സീരീസ് കപ്പാസിറ്റീവ് കോമ്പൻസേഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? പവർ ട്രാൻസ്ഫർ നമുക്ക് കൂട്ടാൻ സാധിക്കുകയും ചെയ്യും. ഇഫ് പവർ ട്രാൻസ്ഫർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, പവർ ട്രാൻസ്ഫർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സോ ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് ഓർത്തിരിക്കാം, സീരീസ് കപ്പാസിറ്റീവ് കോമ്പൻസേഷൻ്റെ രണ്ട് അഡ്വാൻറ്റേജസ്. സോ ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ XL മൈനസ് XC എന്നാണ് ഞാനിവിടെ പറഞ്ഞത് അല്ലേ? ആഫ്റ്റർ കോമ്പൻസേഷൻ XL മൈനസ് XC ആണ്. സോ if I am considering this equation, P max after compensation, after series compensation is equal to Vs VR by, I am taking XL common here. XL ne ഞാൻ ഇവിടെ കോമൺ എടുക്കുകയാണെങ്കിൽ 1 minus XC by XL എന്ന് എനിക്ക് എഴുതാമല്ലോ. അങ്ങനെയെങ്കിൽ this is equal to Vs VR by XL into K. I am writing it as K. So I am writing K like K. So K means XC minus XL. XC minus XL ne ഞാൻ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്തു? K ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. K will be equal to XC by XL. It is known as degree of compensation. Degree of compensation. Degree of series compensation ആണ് എന്ത്? K. അങ്ങനെ എനിക്ക് എന്ത് പറയാം? Vs മൈനസ് VR ബൈ XL എന്തായിരുന്നു? ഇനീഷ്യൽ പി മാക്സ് ആണ്. സോ ആഫ്റ്റർ കോമ്പൻസേഷൻ Pmax after compensation will be equal to initial maximum power transfer by 1 minus K, where K is equal to degree of compensation. This is also an important formula. Pmax after compensation equal to initial Pmax by 1 minus K, where K is given by the K is known as degree of compensation. Degree of compensation. So ഈ ഒരു ഫോർമുലയെ നമ്മൾ എന്ത് ചെയ്യുക?
എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കുക. സോ ഇത്രയും ടേംസ് നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.